സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ്. പച്ചമുളക് കൃഷിക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിന്ന് ഈസിയായി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഏറ്റവും ഫലപ്രദമായ ഒരു വളത്തിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. മുളകിനും തക്കാളിക്കും വഴുതനക്കും ഒക്കെ ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ വളം എന്നതിലുപരി ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താനും ഒക്കെ നല്ലൊരു വളമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ എന്നും ചോറൊക്കെ വെച്ചാൽ വേസ്റ്റാക്കി കളയുന്ന ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം 2 ദിവസമോ 3 ദിവസമോ പഴക്കമായ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ 1 ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തു. അതിലോട്ട് 1-2 പിടി ചാരവും ചേർത്ത് കൊടുക്കുക. നമ്മുടെ വിറക് കത്തിച്ച ചാരമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഈ കഞ്ഞിവെള്ളവും ചാരവും നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം അതിലോട്ട് ഈ കപ്പിന് 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്തല്ലോ, അതിലോട്ട് 5-6 ഇരട്ടി വെള്ളം ചേർത്ത് അതിനെ നേർപ്പിച്ചെടുക്കണം. വെള്ളം കുറഞ്ഞു പോകരുത്, വെള്ളം കൂടിയാൽ കുഴപ്പമില്ല കേട്ടോ. ചാരം ചൂടാണല്ലോ, അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നേർപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് മുളക് ചെടികളുടെ ചുവട്ടിൽ തക്കാളി, വഴുതന, വെണ്ടയ്ക്ക എല്ലാത്തിനും ഇത് ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി വളമാട്ടോ. നമുക്ക് വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് വേണ്ട വളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ചെറുതായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഒഴിച്ച് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന വളം പെട്ടെന്ന് വേര് വലിച്ചെടുത്തോളും. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും വേരൊന്നും പൊട്ടിപ്പോകാതെ മണ്ണ് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളവും ചാരവും കൂടി പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനി കൂടിയാണ് കേട്ടത്. ഞാൻ ആഴ്ചയിൽ 2 തവണ ഈ കഞ്ഞിവെള്ളത്തിൽ ഈ ചാരമിട്ട് ചെടികളുടെ ഇലകളുടെ അടിയിലും മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ തളിച്ച് കൊടുക്കാറുണ്ട്. വെള്ളീച്ചയുടെ ശല്യമൊന്നും ഇതിലൊന്നും ഇല്ല കേട്ടോ. കുരുടിപ്പും മുരുടിപ്പൊക്കെ മാറിക്കിട്ടും ഈ ഒരു രീതിയിൽ തളിച്ച് കൊടുത്താൽ. ഒന്നുകിൽ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളിത് അരിച്ചിട്ട് വേണം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ സ്പ്രെയർ പെട്ടെന്ന് കേട് വരും. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ ഇത് ഇലകളുടെ മുകളിലും അടിയിലും ഒക്കെ ആവുന്ന രീതിയിൽ തളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഈ സാധനം വെച്ച് തന്നെ നമുക്ക് പച്ചക്കറികൾക്കുള്ള വളവും തയ്യാറാക്കാം, അതുപോലെ തന്നെ കീടനാശിനിയും തയ്യാറാക്കാം. അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ പാഴാക്കി കളയേണ്ട നല്ല മികച്ച വളമാണിത്. ചീരക്ക് ഇത് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ചീര പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ ചീര അല്ലാത്ത മറ്റുള്ള എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഇത് ഒത്തിരി നല്ലതാണ്, ഈ കഞ്ഞിവെള്ളത്തിൽ ചാരമിട്ട് പുളിപ്പിച്ചത്. ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിൽ ചട്ടിയിൽ സിമൻറ്റിൻ്റെ ചാക്കിലൊക്കെയാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ നിന്നൊക്കെ വിളവും കിട്ടാറുണ്ട്. ഓരോ വിളവെടുപ്പിൻ്റെ വീഡിയോയും ഞാൻ ചാനലിൽ ഇടാറുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. മുളകിൻ്റെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. മുളക് തൈ നടുന്നതും അതിൻ്റെ ഓരോ വളർച്ചാഘട്ടത്തിലും കൊടുക്കുന്ന വളപ്രയോഗവും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് വെണ്ടക്കൊക്കെ മുളകിന് വഴുതനക്കൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി വളമാണ്. അപ്പോൾ ഇതൊന്നും വെറുതെ പുറത്തേക്ക് കളയണ്ട. നമ്മുടെ ചെടികൾക്ക് നല്ലൊരു കീടനാശിനിയായി ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലൊന്നും വെള്ളീച്ചയുടെ ശല്യമൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ സിറാമുളകാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുളകാണ്. ഇത് കണ്ടോ, നമ്മുടെ തക്കാളി മുളകാണ്. ഇതും ചട്ടിയിൽ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഈ മുളകൊക്കെ ഞാൻ ഒരുപാട് തവണ ഇതിൽ നിന്നും വിളവെടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഒരുപാട് വെറൈറ്റി മുളകുകളുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. തക്കാളിക്ക് മുളകിനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റ് വളമാണ് കേട്ടോ, ഈ ചാരവും കഞ്ഞിവെള്ളവും കൂടിയുള്ള ഈ വളം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേസ്റ്റാക്കി കളയണ്ട. നല്ല രീതിയിൽ തന്നെ പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾക്ക് ചാരം ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം മാത്രവും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചുവട്ടിലെ മണ്ണ് ഇളക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വേര് വലിച്ചെടുത്തോളും. നല്ല റിസൾട്ടാണ് കേട്ടോ ഈ മുളകിന് ഒഴിച്ച് കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 തവണയൊക്കെ ഞാനിത് ഒഴിച്ച് കൊടുക്കാറുണ്ട്. ചാരമില്ലാതെ 2 വട്ടമൊക്കെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ചാരമിട്ട് ആഴ്ചയിൽ 1 ദിവസം അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ.
അത് കണ്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇഷ്ടം പോലെ മുളകാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പൊട്ടി മിക്സൊക്കെ നിറക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല വളക്കൂറുള്ള നല്ല ഇളക്കമുള്ള മണ്ണിലൊക്കെ തൈകൾ നട്ടു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ തൈകളൊക്കെ വളർന്ന് നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുണ്ടാക്കി അതിൽ നിന്നൊക്കെ വിളവെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ട അവിടെ വയലറ്റ് കാന്താരിമുളക് കണ്ടത്, ഇത് ഞാൻ ചട്ടിയിലാണ് നട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാടാണ് കേട്ടോ ഇതിലുണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കമ്പ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ കമ്പുകളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും ഉണ്ടാവും കായ്കളും ഉണ്ടാവുന്നതാണ്. അതുപോലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഫിഷ് അമിനോ ഓരോ 10 ദിവസം കൂടുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ഫിഷ് അമിനോ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മുളകിന് മാത്രമല്ല കേട്ടോ, എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും ഫിഷ് അമിനോ ആസിഡ് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഉണ്ടായ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം കായായി കിട്ടും. ഇത് കണ്ട നമ്മുടെ ബജിമുളക് കണ്ടത്, ഇതിലും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ഇതാ ഇതിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണാനായിട്ട്. അപ്പോൾ നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറി വിളവെടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.